അച്ഛാ. എന്താടാ, നിനക്ക് ഇന്ന് ഓഫീസിൽ പോണ്ടേ? ആ പോണോ അച്ഛാ? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ആ, എനിക്ക് വേണ്ടി അച്ഛൻ ആരെയോ കല്യാണം ആലോചിച്ചെന്ന് കാക്കോത്തി പറഞ്ഞു. ചാരുമോൾ അങ്ങനെ പറഞ്ഞു? അവളിത് എങ്ങനെ അറിഞ്ഞ്? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. കാക്കോത്തി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് മോനെ, അത് ഞാനായിട്ട് ആലോചിച്ചല്ല. മോനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്ന ആലോചനയാ. എന്റെ കൂടെ കുറ്റിയാടി സ്കൂളിൽ ജോലി ചെയ്തിരുന്നില്ലേ രവി? രവിയുടെ മോളാ. നല്ല കുട്ടിയാടാ. നിന്നെ പോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡും ആണ്. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ രവിക്ക് വാക്ക് കൊടുത്തു. അച്ഛാ, അത് നീ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. നിന്നോട് ചോദിക്കാതെ ഞാൻ വാക്ക് കൊടുത്തതല്ലേ. അതെനിക്ക് നിന്നിലുള്ള വിശ്വാസം കൊണ്ടാ. എന്റെ ആഗ്രഹങ്ങൾക്ക് നീ ഇന്നുവരെ എതിര് നിന്നിട്ടില്ലല്ലോ. പക്ഷേ അച്ഛാ, എനിക്ക് എൻ്റെ ഫ്രണ്ട് ശ്രേയയെ ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ച എറണാകുളത്ത് കോച്ചിങ് സെൻ്ററിലുണ്ടായിരുന്നത്. അവളെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നു? രവിക്ക് ഞാൻ കൊടുത്ത വാക്ക് മാറ്റണം എന്നാണോ? അച്ഛനൊന്ന് രവിയങ്കളിനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നാ? രവിയോട് ഞാൻ പറയണോ എന്റെ മോന് വേറെ പെണ്ണിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ തന്ന വാക്ക് മാറ്റണമെന്ന്? അച്ഛാ, എനിക്കും അങ്ങനെയല്ല അച്ഛാ. ശ്രേയക്ക് ഞാൻ വാക്ക് കൊടുത്തില്ലേ, അതെനിക്ക് മാറ്റാൻ പറ്റുമോ? അപ്പൊ നിനക്ക് നിന്റെ വാക്കാണ് വലുത്. എന്റെ വാക്കിന് ഒരു വിലയില്ല. എന്റെ വാക്കിനും വിലയുണ്ട്. അതെനിക്ക് മാറ്റാൻ പറ്റില്ല അച്ഛാ, പ്ലീസ്. തർക്കം പറയുന്നോടാ നീ? ഞാൻ തീരുമാനിച്ച കല്യാണം ഞാൻ നടത്തും. അത് നടക്കില്ല. എന്താ നടക്കാത്തത്? അത് കല്യാണം എന്റേതാ. എന്റെ ഡിസിഷനിലല്ലേ പ്രധാനം. അപ്പൊ എന്റെ ഡിസിഷൻ ഒരു വിലയില്ലടാ. നിനക്കൊക്കെ നിന്റെ ഡിസിഷൻ മാത്രമാണ് വലുത്. ഞാൻ പറയുന്നത് കൂടെ ഒന്ന് കേൾക്കാ. ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റിയെങ്കിൽ മാത്രം ജീവിച്ചാൽ മതി. ഞാൻ പറയട്ടെ അച്ഛാ, എന്റെ വാക്കിന് വിലയില്ലേ? നിനക്ക് ജീവിക്കാൻ പറ്റില്ല, നീ വെളിയിൽ പോ. എനിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറങ്ങി പോരാ ഇവിടുന്ന്. അച്ഛാ, അച്ഛാ